ഗൈസ്, അപ്പോൾ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ട് ചാനലിൻ്റെ പേരാണ് ഗിഫ്റ്റ് ബോക്സ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആ കാട്ടിൻ്റെ നടുവിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഗപ്പി ടാങ്ക് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അങ്ങോട്ട് വഴി കാണിച്ചാൽ നമുക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ ചെയ്യുന്നത് ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിവിടെയായിട്ടാണ് ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെയായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അവിടെ ഉള്ള കല്ലുകളൊക്കെ കളക്ട് ചെയ്യാം ഗൈസ്. ബാ, നമുക്ക് അവിടുത്തെ കല്ലുകളൊക്കെ കളക്ട് ചെയ്യാം. കല്ലൊക്കെ എടുക്കാം. ഒന്നാമത്തെ കല്ല് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇടാൻ പോവാണ്. നമുക്കിത് ചെയ്ത് കണ്ടിട്ട് കാണാം. എല്ലാ കല്ലും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് കല്ലൊക്കെ അടിയായിട്ട് വെക്കാം. നല്ല വെയിറ്റുള്ള കല്ലുകളൊക്കെ ഉണ്ട് ഗൈസ്. വീട് കിടക്കുക അപ്പൊ ഗൈസ്, നമ്മൾ കട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഷീറ്റാണ് ഇവിടെ വിരിക്കേണ്ടത്. ഷീറ്റാണ് നമുക്ക് വിരിക്കേണ്ടത്. കുറച്ച് പണിയുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പുല്ലൊന്ന് ജസ്റ്റ് വെട്ടിക്കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഇവിടുത്തെ പന്നിയൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് എടുക്കാൻ പോവാ. ഇനി ബാ, പുല്ലൊക്കെ മര്യാദക്ക് ഇരിക്കാൻ നമുക്ക് കുറച്ച് എംസാൻഡ് എടുത്തിട്ട് വരാം ഗൈസ്. ബാ, നമ്മൾ എംസാൻഡൊക്കെ എടുത്ത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. 2-3 ട്രിപ്പൊക്കെ വേണ്ടി വരും കേട്ടോ. എംസാൻഡ് വരി വരിയായിട്ട് ഇട്ടുകൊണ്ടിരിക്കണേ. കുറച്ചും കൂടി വേണം നമുക്കിത് ഇത്രയും ലെവലിലാക്കി വെക്കണം. ലെവലാക്കി വെക്കണം നമുക്ക്. അതിനാണ് നമ്മൾ എംസാൻഡ് ഇപ്പം ഇടണത്. പുല്ല് മര്യാദക്ക് ഇരിക്കണല്ലേ. അപ്പം നമുക്ക് പുല്ല് മര്യാദക്ക് ഇരിക്കാൻ വേണ്ടി എംസാൻഡ് ഇട്ട് വെക്കാം. ഈ എംസാൻഡ് നമ്മൾ ലെവലാക്കി കുറച്ച് ആവശ്യം കൊടുത്ത് അധികം ഇട്ടായിരുന്നു. അപ്പോൾ ആവശ്യമില്ലാണ്ടാക്കി ഇനി നമുക്ക് ചവിട്ടി ലെവലാക്കി കൊടുക്കാം. ചവിട്ടി മൊത്തത്തിൽ ലെവലാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഷീറ്റ് ഇടാൻ പോണേ ഗൈസ്. നമുക്ക് ഷീറ്റ് എടുത്തിട്ടിടാം. ഷീറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് ഗൈസ് നമ്മൾ ഷീറ്റ് എടുത്ത് നമ്മൾ നേരെ വിടുന്നു കാട്ടിൻ്റെ ഉള്ളിലോട്ട്. ഇടാ, നമ്മൾ ഷീറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറക്കണം. ഇത് കഴുകാൻ നമുക്ക് ബാ. ഇതപ്പോൾ കഴുകാൻ പോണാണ്. കഴുകിക്കൊണ്ടുള്ള പോക്കാണിത്.
നമുക്കിനി വെള്ളം നിറക്കേണ്ട പടിയാണ് ഗൈസ് ഉള്ളത്. ഇത് നമുക്ക് നമ്മുടെ പഴയ ഒരു പെട്ടിയിൽ നിന്ന് നമുക്ക് ഗപ്പിനെടുത്തിടണം. ഇത് ഗപ്പിക്ക് സന്തോഷമാവേ. ഇവിടെ നമ്മളെ പൂച്ചക്ക് സന്തോഷം. നമ്മളെ പൂച്ച മാമനാണ്. പൂച്ച ഉണ്ടായിരുന്നു ഗൈസ്. അതെ, നമ്മളെ പൂച്ച ഇവിടെ നിന്ന് കളിക്കുന്നത്. അപ്പൊ ടാങ്കി മുക്കിയിട്ടാണ് എടുക്കണത്. വെള്ളം കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. നടക്കാനായിട്ട് 5 ലിറ്റർ വെള്ളം ഉണ്ട് കാര്യം. 5 ലിറ്റർ ഉണ്ടായിട്ട് എന്തായാലും ഇതൊരു 2-4 ലിറ്റർ ഇത് വേണ്ടി വരും ഗൈസ്. വേണ്ട ഒരു ഇതേ ഗൈസ് പൂച്ചയും വന്നിട്ട് നോക്കാൻ. ചാർലി കൊച്ചുമനുണ്ട്. ചാർലിയാണ് നമ്മളെ ചാർലി പെണ്ണ്. ചാർലി കൊച്ച് നമുക്ക് ഇരിക്കണേണ് വേണം. ഇവൻ നമ്മുടെ പണി തുടങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു ആശാനോടെ. അവൻ കളിയിലാണ്. നമുക്ക് ഇനി 1 ലിറ്ററും കൂടി വേണ്ടി വരും. 10 ലിറ്റർ എന്തായാലും ഇതിനകത്ത് നടക്കണം. അപ്പൊ 2ാമത്തെ ട്രിപ്പ് നടക്കാൻ പോണേണ്. ഇതെന്തായാലും വേണ്ടി വരുന്ന തോന്നണം. ഇത് മതി. നമുക്കൊരു മീൻ എടുത്തിട്ട് വരാം. നമുക്കിനി മീൻ എടുത്തിട്ട് വരാം. നമ്മൾ മീൻ എടുക്കാനാണ്. ഇതാണ് നമ്മുടെ പണ്ടത്തെ ടാങ്ക്. ഇതാണ് ഗപ്പിന്റെ പണ്ടത്തെ ടാങ്ക്. അത് മാറാനാണ് നമ്മള് കാട്ടിലോട്ട് ആക്കണേണ്. അവിടെയാണ് നമ്മുടെ സാധനം ഇരിക്കണത്. ഇതിലോട്ടുള്ള മീൻ വന്നോണ്ടിരിക്കണേണ്. നമ്മൾ ഈ മിൽമയുടെ പെട്ടിയിലാണ് ഇട്ടുവെച്ചാ. ഇട്ടോ മീൻ കറി മീൻ. 2ാമത്തെ ട്രിപ്പ് ഇടണ്. നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട്. ഇനി പൂച്ചക്കുട്ടന്മാർക്കായിരിക്കും ഇവിടെ ഏറ്റവും സന്തോഷം ഇവിടെ മീൻ വെക്കണേ. ഓരോ ട്രിപ്പായി നമ്മൾ മീനെ പിടിച്ചിട്ടിരിക്കുന്നു. സക്സസ് ആയി ഗൈസ്, സക്സസ്. ഇട്ടോ ഈ ടാങ്കില് കുറച്ച് അഴുക്കൊക്കെ ഉണ്ട്. നമ്മുടെ പൂച്ച ഒന്നുണ്ട്. നമുക്ക് 7 പൂച്ചത്തോളം ഉണ്ട്. പിന്നെ ഒരു ഇതുണ്ട്. ലാസ്റ്റ് ഒരു സാധനത്തിനൊക്കെ ഞങ്ങളുടെ വീട്ടിന്റെ അകത്തുള്ള ടാങ്കുകൾ കാണിച്ചു തരാം കേട്ടോ. ഇത്രത്തോളം ഗപ്പികളുണ്ട്. കുറച്ചാ വെള്ളം മറിച്ചു ഇങ്ങോട്ടേക്ക്. മതി അല്ലെങ്കിൽ മരിച്ചു കൈ കിട്ടൂല. നിങ്ങൾ ഓട്ടക്കാരാണ്. നല്ല കിടിക്കാച്ചി മീനുണ്ട്. വാലന്മാരൊക്കെ ഉള്ള റെഡ് വാലൻ, എല്ലാ വാലന്മാരും ഉണ്ട്. ബ്ലൂ വാലൻ, റെഡ് വാലൻ എല്ലാം ഉണ്ട്. ഓട്ടക്കാരൻ്റെ വില്ലന്മാരെ മതി.
ഉമാർ കൂടിക്കളിക്കാൻ സ്ഥലവുമായി. നമ്മുടെ പൂച്ചക്കൂട്ടനും വന്നിട്ടുണ്ട് നമ്മുടെ ഗപ്പി ടാങ്ക് കാണാൻ. ദേ മീനെ പിടിക്കാൻ വേണ്ടി അങ്ങനെയാണ് വെള്ളമൊക്കെ കുടിക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഞാനിപ്പോൾ ഇരിക്കണത് കാടിൻ്റെ വള്ളിക്കാടിൻ്റെ അടുത്താണ്. ഫുഡും മരുന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞ വീട് മാറ്റിയല്ലേ, അത് നമുക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കാം. കൈയൊക്കെ ചുവന്ന കളറായി, പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോൾ പച്ച കളറാണ് കേട്ടോ. നമ്മുടെ ചാർലിക്കുട്ടൻ അതൊക്കെ ഒന്ന് ഒഴിക്കണ്ട, ജസ്റ്റ് ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതേ മരുന്ന് അപ്ലൈ ചെയ്യണേ നമ്മൾ. ചില മീൻ വയ്യാണ്ടായിപ്പോയി, അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത മീനുകളൊക്കെ ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. നീല കളറായി. ഈ പച്ച കളർ ഇപ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു അരമണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇത് വൈറ്റ് കളറാവും. അങ്ങനെയാണ് ഈ മീൻ കടറിൻ്റെ പ്രത്യേകത. പിന്നെ കള്ളാറാണോ? നിങ്ങൾക്ക് ഈ ഫുഡ് ഇട്ടുള്ള കായ് മരുന്ന് ഇതാണ് ഗൈസ്. മരുന്ന് ഇതാണ്. കളർ വെക്കണ മരുന്നാണ് ഗൈസ്. കളർ ഇതാണ്. കണ്ട എല്ലാത്തിനും കളർ വെച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഗപ്പി വീഡിയോ ഒക്കെ കഴിഞ്ഞ് നമുക്കിത് വീട്ടിലുള്ള ഫിഷ് ടാങ്ക് കാണണ്ടേ. ബാ ഗൈസ് നമുക്ക്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് വീട്ടിലത്തെ ഇത് കാണുന്നുണ്ട്. ബാ വീട്ടിലത്തെ ഫിഷ് ടാങ്ക് ഷാർക്ക്, ഓസ്കാർ അങ്ങനെയൊക്കെയാണുള്ളത്. ഇനി അടുത്ത ഫിഷ് ടാങ്കിലേക്ക് പോകാം. കളർ മീനുകൾ, പിന്നെ വാട്ടർ ഫോൾസിൻ്റെ ഫിൽറ്ററൊക്കെ ഉള്ളത്. ഇത് ക്ലീൻ ചെയ്യാൻ സമയമായി. ക്ലീൻ ചെയ്യാൻ സമയമായി. അപ്പം കാഴ്ച നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ബൈ.